നമസ്കാരം. ബന്ധങ്ങൾ തകരുമ്പോൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. കൊടുത്ത സ്വർണം തിരികെ വേണമെന്ന് പറയുന്നവർ, ചിലവാക്കിയ പണം കണക്ക് പറഞ്ഞു വാങ്ങുന്നവർ, ഇതൊക്കെ നമ്മുടെ നാട്ടിലും പതിവാണ്. എന്നാൽ സ്വന്തം ശരീരത്തിലെ വൃക്ക മുറിച്ചു നൽകിയിട്ട് ബന്ധം പിരിയുമ്പോൾ അത് പലിശ സഹിതം തിരികെ വേണമെന്ന് ഒരാൾ വാശി പിടിച്ചാലോ? കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും സംഗതി സത്യമാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നുള്ള ഡോക്ടർ റിച്ചാർഡ് ബാറ്റിസ്റ്റയാണ് തൻ്റെ മുൻഭാര്യയോട് ഈ വിചിത്ര ആവശ്യം ഉന്നയിച്ച് ലോകത്തെ ഞെട്ടിച്ചത്. സംഗതി തുടങ്ങുന്നത് 2001-ലാണ്. റിച്ചാർഡിൻ്റെ ഭാര്യ ഡോണൽ ഗുരുതരമായ വൃക്കരോഗത്തിന് അടിമയായിരുന്നു. 2 തവണ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും രണ്ടും പരാജയപ്പെട്ടു. ജീവൻ നിലനിർത്താൻ മറ്റൊരു വൃക്ക അടിയന്തരമായി വേണമെന്ന അവസ്ഥ വന്നപ്പോഴേക്കും പ്രിയപ്പെട്ടവളുടെ ജീവൻ പോകാതിരിക്കാൻ റിച്ചാർഡ് രണ്ടാമതൊന്നും ആലോചിച്ചില്ല. തൻ്റെ ഒരു വൃക്ക ഭാര്യയ്ക്ക് നൽകാൻ അദ്ദേഹം തയ്യാറായി. ശസ്ത്രക്രിയ വിജയകരമായി. ഡോണൽ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഒരുപക്ഷെ ആ സമയത്ത് അവർക്കിടയിൽ വലിയ സ്നേഹമായിരുന്നിരിക്കാം. തൻ്റെ പങ്കാളിയെ രക്ഷിക്കാൻ സ്വന്തം ശരീരം പകുത്തു നൽകിയ റിച്ചാർഡ് അന്ന് വലിയൊരു മാതൃകയായിരുന്നു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ കഥ മാറി. വൃക്ക നൽകി 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങി. 2005-ൽ ഡോണൽ വിവാഹമോചനത്തിന് കേസ് നൽകി. ഇതോടെയാണ് റിച്ചാർഡ് തൻ്റെ അവകാശവാദവുമായി രംഗത്തെത്തിയത്. സാധാരണഗതിയിൽ വിവാഹമോചന കേസുകളിൽ സ്വത്തുക്കളും വീടും കാറുമൊക്കെയാണ് ഭാഗം വെക്കാറുള്ളത്. എന്നാൽ ഇവിടെ റിച്ചാർഡ് ആവശ്യപ്പെട്ടത് മറ്റൊന്നാണ്. ഞാൻ തന്ന എൻ്റെ വൃക്ക എനിക്ക് തിരികെ വേണം. നിയമപരമായും വൈദ്യശാസ്ത്രപരമായും ഇത് നടക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹം മറ്റൊരു ഉപാധി കൂടി വെച്ചു. വൃക്ക തിരികെ തരാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ വിലയായ $1.5 ദശലക്ഷം, ഇന്നത്തെ കണക്കിൽ ഏകദേശം 12 കോടിയിലധികം ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ ജഡ്ജിമാരും വക്കീൽമാരും വരെ അന്തം വിട്ടുപോയി. റിച്ചാർഡിൻ്റെ വാദങ്ങൾ നിയമത്തിന് മുൻപിൽ നിലനിൽക്കുന്നതായിരുന്നില്ല. നിയമപ്രകാരം ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം നൽകുന്ന അവയവം ഒരു ഗിഫ്റ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങിയ ആൾക്കായിരിക്കും. ഭൂരിഭാഗം രാജ്യങ്ങളിലും എന്ന പോലെ അമേരിക്കയിലും അവയവങ്ങൾ പണം വാങ്ങി വിൽക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. വൃക്കയ്ക്ക് പണം ചോദിച്ച റിച്ചാർഡിൻ്റെ നടപടി പരോക്ഷമായി അവയവ കച്ചവടത്തിന് തുല്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഒരാളുടെ ശരീരത്തിലിരിക്കുന്ന ഒരു അവയവം അയാളുടെ സമ്മതമില്ലാതെ നീക്കം ചെയ്യാൻ ഉത്തരവിടാൻ ലോകത്തെ ഒരു കോടതിക്കും അധികാരമില്ല. അത് ഡോണലിൻ്റെ ജീവനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ റിച്ചാർഡിൻ്റെ ആവശ്യം മനുഷ്യത്വ വിരുദ്ധമായി കണക്കാക്കപ്പെട്ടു. റിച്ചാർഡ് എന്തിനാണ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചത്? താൻ നൽകിയ സ്നേഹവും ത്യാഗവും ഭാര്യ മറന്നു എന്ന വേദനയാകാം ഇതിനു പിന്നിലെന്ന് ചിലർ പറയുന്നു. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇത് വെറും പ്രതികാര ബുദ്ധിയാണ്. ഞാൻ നിനക്ക് ജീവൻ നൽകി, നീ എനിക്ക് വിവാഹമോചനം നൽകി എന്ന ചിന്തയിൽ നിന്നാകാം ഇത്തരമൊരു നീക്കമുണ്ടായത്. ഒടുവിൽ കോടതി റിച്ചാർഡിൻ്റെ ആവശ്യം തള്ളി. വിവാഹമോചന കേസുകളിൽ ഇത്തരം അവയവദാനങ്ങൾ നഷ്ടപരിഹാരത്തിനുള്ള കാരണമായി കാണാൻ കഴിയില്ലെന്നാണ് ജസ്റ്റിസ് ജെഫ്രി ഡിഷർ വ്യക്തമാക്കിയത്. ഈ സംഭവം വലിയൊരു ചർച്ചയ്ക്കാണ് വഴി തുറക്കുന്നത്. സ്നേഹബന്ധങ്ങൾക്കിടയിൽ നൽകുന്ന ത്യാഗങ്ങൾക്ക് വിലയിടാൻ കഴിയുമോ? ഒരു ബന്ധം തകരുമ്പോൾ നമ്മൾ നൽകിയ സ്നേഹവും കരുതലുമൊക്കെ തിരികെ വേണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ? വൃക്ക എന്നത് വെറുമൊരു വസ്തുവല്ല, മറിച്ച് ഒരാൾക്ക് നൽകിയ പുതിയൊരു ജീവിതമാണ്. അത് തിരികെ ചോദിക്കുന്നത് ആ വ്യക്തിയുടെ മരണം ചോദിക്കുന്നതിന് തുല്യമല്ലേ? റിച്ചാർഡിൻ്റെ ഈ പ്രവൃത്തി ലോകമെമ്പാടുമുള്ള അവയവദാതാക്കൾക്ക് ഒരു മോശം ഉദാഹരണമാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. എങ്കിലും നിയമം കൃത്യമായ നിലപാട് എടുത്തതോടെ ഈ വിചിത്ര കേസിന് തിരശ്ശീല വീണു. നിങ്ങളുടെ നിലപാട് എന്താണ്? റിച്ചാർഡ് ചെയ്തതൊരു വഞ്ചനയോടുള്ള സ്വാഭാവികമായ പ്രതികരണമാണോ? അതോ ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ പാടില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ TV.